അങ്ങനെ നമ്മുടെ കേരള ഗവൺമെന്റും കേരള പോലീസും ചേർന്ന് ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡ് ആവുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് മയക്കുമരുന്നുകളും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ഒരുപാട് കേസുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ നാനാ ഭാഗത്തു നിന്നും ഒരുപാട് ഇതിൻ്റെ പ്രതിധ്വനികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒറ്റ കാര്യം കൊണ്ട് കേരളത്തിൽ നമ്മുടെ കുട്ടികളുടെ, യുവാക്കളുടെ, കേരളത്തിലെ പല ജനങ്ങളുടെ ഇടയിലുള്ള ഈ ഡ്രഗിനെ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നിൽക്കാനായിട്ട് നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്നുള്ളത്. നിങ്ങൾക്കറിയണ്ടാവും, ഈ അടുത്തായിട്ട് തിയേറ്ററിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള വാഴ 2 എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മളുടെ കുട്ടികളുടെ ഇടയിലുള്ള, നമ്മൾ ഈ ഒരു ജനറേഷനിലെ ഇടയിലുള്ള പിള്ളേരുടെ അവരുടെ ലൈഫ് ആയിക്കഴിഞ്ഞാൽ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കഴിഞ്ഞാൽ, അവർക്കുണ്ടാവുന്ന ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ആയിക്കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ആ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സിനിമയിൽ നമ്മളെല്ലാവരും ഇരുന്ന് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ കണ്ണ് തുറന്ന് കാണേണ്ട കുറച്ച് സീൻസ് ഉണ്ട്. ഒരു കൗതുകത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെയുള്ള ആൾക്കാർ പ്രഷർ ചെയ്യുമ്പോൾ, അതും അല്ലെങ്കിൽ ലൈഫിലെ ചില സങ്കടങ്ങളൊക്കെ മറക്കാനായിട്ടൊക്കെ വളരെ നിസ്സാരമായിട്ട് ലഹരിയിലേക്ക്, ഡ്രഗ്സിലേക്ക് വീണു പോകുന്ന ഒരു തലമുറയെ അതിൽ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. അതൊരു തമാശയ്ക്ക് കൊടുക്കും, ജസ്റ്റ് വൺ ടൈം തിങ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് പതുക്കെ അവരുടെ കരിയറിനെയും ഫാമിലിനെയും ചിന്തിക്കാനുള്ള ശേഷിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വേഗം കളയുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഡ്രഗ് എന്നുള്ളത്. സിനിമ കണ്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കൈയടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ തിയേറ്ററിന് പുറത്തിറങ്ങി നമ്മളെ ചുറ്റിലേക്ക്, നമ്മളെ ക്യാമ്പസുകളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? ഇന്ന് നമ്മളുടെ ജനറേഷനിൽ ഡ്രഗിൻ്റെ യൂസേജ് ഭയങ്കര കൂടുതലാണ് എന്നുള്ളതാണ്. അതൊരു അലങ്കാരമായിട്ട്, അതൊരു കൂളായിട്ടുള്ള ഒരു കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. ലോക്കൽ കഞ്ചാവ് മുതൽ സിന്തറ്റിക് ഡ്രഗ് വരെ നമ്മുടെ പിള്ളേരുടെ ഇടയിലേക്ക് വളരെ എളുപ്പത്തിലേക്ക് എത്തുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ? എങ്ങനെയാണ് ഇതൊക്കെ? ഓക്കെ, നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ഉപദേശിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്, അല്ലെങ്കിൽ ലഹരി ജീവിതത്തിന് അപകടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബോർഡും വെച്ചിട്ട് നിങ്ങളെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് ഇരുത്തിയതാണ് എന്നൊക്കെ. പക്ഷെ അതൊന്നുമല്ല. നിങ്ങളൊരു ഫ്രണ്ടിനെ പോലെ, ഒരു ജ്യേഷ്ഠനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ഡ്രഗ് കൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? ഇതിൻ്റെ പുറകെ പോയിട്ട് നിങ്ങൾ മിസ് ചെയ്യുന്ന നിങ്ങളുടെ റിയൽ ലൈഫ്, നിങ്ങളുടെ ലൈഫിൻ്റെ എക്ടസി എന്ന് പറയുന്നൊരു സാധനം, അത് എന്തിനാണ് ഇങ്ങനെ മിസ് ചെയ്യണേ? ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. സ്റ്റോറീസ് വിത്ത് അക്ഷയയിൽ കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഡ്രഗിൻ്റെ യൂസേജിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ജനറേഷനിൽ നമ്മുടെ ലൈഫിനെ തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ജനറേഷനിൽ ഇത്രയധികം പിള്ളേർ, ഇത്രയധികം ആളുകൾ ഡ്രഗ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്? അതിൻ്റെ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇവിടെ ഡ്രഗ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് വിൽക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആളുകൾ പറയുന്ന കുറേ ഹൈപ്പുകളുണ്ട്. ഫേക്കായിട്ട് പറയുന്ന കുറേ നുണകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫേക്ക് ഹൈപ്സ് ഉണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഡ്രഗ് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റിവിറ്റി കൂടും എന്നുള്ളതൊക്കെയാണ്. പലരും വിചാരിക്കുന്നുണ്ടാവും, പല മ്യൂസീഷ്യൻസ് ആയിക്കഴിഞ്ഞാലും ആർട്ടിസ്റ്റ് ആയിക്കഴിഞ്ഞാലും ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും അടിച്ചു കഴിഞ്ഞാൽ ഞാനും ക്രിയേറ്റീവ് ജീനിയസ് ആയിട്ട് കാണാനായിട്ട് പറ്റും എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അതൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കേൾക്കാനൊക്കെ ഭയങ്കര സുഖമുള്ള കാര്യമൊക്കെയാണ്. പക്ഷേ മെഡിക്കൽ സയൻസ് പറയണത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡ്രഗ്സ് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോണിനെ പതുക്കെ ചത്തുപോകാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്യണത്. താൽക്കാലികമായിട്ട് തോന്നുന്ന ആ ഒരു ആവേശമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരു വരി പോലും നിങ്ങൾ നേരെ എഴുതാനായിട്ട് നിങ്ങളുടെ ബ്രെയിനെ അത് അനുവദിക്കില്ല എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, സങ്കടങ്ങൾ മറക്കാനായിട്ട് നമുക്ക് എക്സാമിന് തോറ്റു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി, ഉടനെ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പിൽ നിന്നൊക്കെ വരുന്ന ഉപദേശം എന്ന് പറയുന്നത്, നീ ഇതൊന്നും അടിച്ചു നോക്ക്, എല്ലാ സങ്കടവും മാറും എന്നൊക്കെ പറയുന്നതാണ്. വാഴ 2 ഇതേപോലൊരു സീനുണ്ട്. താൽക്കാലികമായിട്ട് നിങ്ങൾ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകണ്ടാവും. പക്ഷെ ആ ഒരു ഹൈയൊക്കെ ഇറങ്ങി വരുമ്പോൾ ആ പ്രശ്നം അവിടെ തന്നെ കാണും എന്നുള്ളതാണ്. അതിനോടൊപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിഷമവും ആകുലതകളും അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അതിന് ഡബിളായി മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടത്ത് താഴ്മയായിട്ട് റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അതൊരിക്കലും പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കണില്ല എന്നുള്ളതാണ്. അത് ഡബിളായിട്ട്, ട്രിപ്പിളായിട്ട് നമ്മുടെ മുന്നിലേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കൂടിക്കൂടി വരികയുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത് പിയർ പ്രഷർ എന്ന് പറയും.
അതായത് ഇതൊന്നും അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നീക്ക് മനുഷ്യനാണോ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നീക്ക് ഇക്കാലത്താണോ ജീവിക്കണേ എന്നൊക്കെ പറയുന്ന ആളുകൾ, ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ ഡ്രിങ്ക് ചെയ്യുക, സ്മോക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് ഇതൊക്കെ അയ്യേ എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ഇന്ന് കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ യുവാക്കളുടെ ഇടയിൽ നീ ഇതൊന്നും ചെയ്യുന്നില്ലേ എന്ന് പറയുന്ന, ചെയ്യാത്തവരാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കണേ. അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കണേ. നീ ഇതൊന്നും ഉപയോഗിക്കുന്നില്ലേ, നീക്ക് എന്തിനാണ് ജീവിക്കണേ എന്നൊക്കെ പറയുന്ന ആളുകൾ. ആൻഡ് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്നൊക്കെ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ചിലപ്പോൾ നോ പറയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അത് ധൈര്യമില്ലാതെ നമ്മൾ അതിലേക്ക് വീഴണു എന്നുള്ളത്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഈ ഡ്രഗിലേക്ക് തള്ളിവിടുന്നവർ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ടല്ല എന്നുള്ളതാണ്. അവർ നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കാനായിട്ട് വന്ന ഒരാളാണ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ നേച്ചർ നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണത്. അതിൽ നാച്ചുറലായിട്ട് അതിന് സന്തോഷം തരുന്ന അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാക്കുന്ന കുറേ കെമിക്കൽസ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു പൗഡറോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റോ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് തകരാറാക്കുകയാണ് ചെയ്യണത്. ആ ഒരു കെമിക്കൽ നൽകുന്ന ആ ഒരു ടെമ്പററി ആയിട്ടുള്ള ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പണയം വയ്ക്കുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ് ലൈഫാണ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ ഈ ഒരു ഭൂമിയിൽ നമ്മൾ കാണാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. രാവിലെ തണുപ്പത്ത് എന്താ പറയുക, ഒരു ബൈക്കൊക്കെ എടുത്തിട്ട് വയനാട്ടിലേക്കോ മൂന്നാറിലേക്കൊക്കെ ഒരു ട്രിപ്പ് പോകുമ്പോൾ, റൈഡ് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു കാറ്റും ആ ഒരു ഫീലും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം ഇതുവരെ ചെയ്യാത്ത ഒരു സ്കില്ല്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു വീഡിയോ എഡിറ്റിങ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ഐഡിയയൊക്കെ പഠിച്ചിട്ട് അതിൽ നിന്ന് ആദ്യമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുമ്പോൾ, ഒരു ഇൻകം വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. വൈകുന്നേരങ്ങളിൽ നമ്മൾ നല്ല മഴയുള്ള സമയത്ത്, ഇപ്പോൾ മൺസൂൺ സീസണാണ്, മഴയുള്ള സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ എന്താ പറയുക, ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിക്കുക, പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ കിട്ടുന്ന നമ്മളുടെ ആ ഒരു ആനന്ദമുണ്ടല്ലോ, അതൊക്കെ എന്ത് മനോഹരമാണ്. ജിമ്മിൽ പോയി ഒരു വർക്കൗട്ട് ചെയ്തിട്ട് സ്വന്തം കണ്ണാടിയെല്ലാം നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കിട്ടുന്ന ആ ഒരു മാറ്റം തരുന്ന ഒരു മാസ് ഫീലിംഗ് ഉണ്ടല്ലോ. ഇതിലൊക്കെയാണ് നമ്മുടെ ലൈഫിൻ്റെ റിയൽ ഹൈ എന്നുള്ളതാണ്. അല്ലാണ്ട് കെമിക്കൽ അടിച്ചിട്ട് ഒരു മുറിക്കുള്ളിൽ കണ്ണും തള്ളിയിരിക്കുന്നതിലല്ല മാസ് എന്നുള്ളതാണ്. ഈ ലോകത്തിറങ്ങി ജീവിച്ച് യാത്രകൾ ചെയ്ത് പുതിയ മനുഷ്യരെ കണ്ട് വിജയിച്ച് കാണിക്കുന്നതിലാണ് യഥാർത്ഥ മാസിരിക്കുന്നത് എന്നുള്ളത്. അല്ലാണ്ട് ചുമ്മാ മൂലയിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല നമ്മൾ എന്നുള്ളതാണ്. ഇത് വെറും കേവലം എന്താ പറയുക, ഒരു വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാവരുത് എന്നുള്ള ഒരു അവബോധം എനിക്കുണ്ട്, അല്ലെങ്കിൽ ഒരു നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമൻ്റെ ഇനീഷ്യേറ്റീവിന് ഒരു തുടക്കം കുറിക്കുക എന്നൊക്കെ പറയുന്നത്. എന്താണ് പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമൻ? നമ്മളുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ യുവതലമുറയ്ക്ക് ലഹരിയുടെ ആവശ്യമില്ലാതെ നാച്ചുറലായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു എക്കോ സിസ്റ്റം അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷൻ എന്നുള്ളത്. അന്ന് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ലഹരി വിരുദ്ധ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബോറടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയൊന്നുമല്ല. പകരം നിങ്ങളുടെ എനർജിയെ ശരിയായ ദിശയിലേക്ക് അല്ലെങ്കിൽ ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിടാൻ സഹായിക്കുന്ന ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ ചെയ്യണം. ക്രിയേറ്റീവ് ഹബ്സ്, നിങ്ങൾക്ക് പാട്ട് പാടണോ, ഡാൻസ് ചെയ്യണോ, സിനിമ ചെയ്യണോ, പോഡ്കാസ്റ്റ് ചെയ്യണോ, നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ നമ്മൾ ഒരുക്കും എന്നുള്ളത്. ആൻഡ് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് സിസ്റ്റം. ലൈഫിൽ ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് ആരോടെങ്കിലുമൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരിടം വേണം എന്നുള്ളത്. ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് വന്ന് സംസാരിക്കാൻ പറ്റുന്ന തെറാപ്പിസ്റ്റുകളുടെയും മെൻറ്റേഴ്സിൻ്റെയൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഒരു ശൃംഖല നമ്മൾ ഒരുക്കും എന്നുള്ളത്. ലൈഫ് എക്സ്പ്ലോറേഷൻ പ്രോഗ്രാംസ്, ട്രക്കിങ്, സ്പോർട്സ് ഈവൻറ്റ്സ്, ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പരിചയപ്പെടുത്തുക. അങ്ങനെ മനുഷ്യനെ അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരുപാട് നാച്ചുറലായിട്ടുള്ള വഴികളുണ്ട്. അതൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് തുറന്നു തരും എന്നുള്ളത്. എന്ന് വെച്ചിട്ട് ലഹരി ഉപയോഗിക്കുന്നവരെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. അവരെ ചേർത്ത് പിടിച്ചിട്ട് ആ ഒരു ഇരുണ്ട മുറിയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമൻ്റെ ലക്ഷ്യം എന്നുള്ളത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടും ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങളുടെ ഈ ഒരു ലൈഫ് അത് നിങ്ങൾ ഒറ്റ തവണ മാത്രമേ ജീവിക്കുള്ളൂ. ആ സമയത്ത് ഈ ഒരു 20കളിൽ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രായം, ആ ഒരു എനർജി അല്ലെങ്കിൽ ചിന്തിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ശേഷി എന്ന് പറയുന്നത് ഇതൊരിക്കലും ആ ഒരു ഡ്രഗിന് വേണ്ടിയിട്ട് അതിനു മുന്നിൽ എരിഞ്ഞ് തീർക്കാനുള്ളതല്ല എന്നുള്ളതാണ്.
ഇനി ആരെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് ഇത് നീട്ടിക്കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഉറക്കെ പറയാനായിട്ട് പഠിക്കുക എന്നുള്ളത്. എനിക്കിതിൻ്റെ ആവശ്യമില്ല, എൻ്റെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എനിക്ക് ഡ്രഗ്സിൻ്റെ ആവശ്യമില്ല എന്ന് ആ ഒരു നോ പറയാനായിട്ട് നിങ്ങളെ ധൈര്യം കാണിക്കുന്നു, അന്ന് നിങ്ങളെ ക്യാരക്ടർ മാസാവും എന്നുള്ളതാണ്. പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമണിനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് DM ചെയ്യാം. ആൻഡ് പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമണിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ക്യാമ്പസുകളിലേക്ക് നമ്മൾ ചിലപ്പോൾ എത്തുന്നുണ്ടാവും അടുത്ത് തന്നെ. നമുക്ക് ഒരുമിച്ച് ഈ ഒരു കൈ കോർക്കാം. ലഹരിയില്ലാത്ത യഥാർത്ഥ സന്തോഷമുള്ള ഒരു തലമുറയെ നമുക്ക് കെട്ടിപ്പിടിക്കാനായിട്ട് സാധിക്കട്ടെ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ലൈഫ് ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. അത് നമ്മളതിൻ്റെ എക്സ്റ്റസി, ലൈഫിൻ്റെ എക്സ്റ്റസി മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി എന്നുള്ളതാണ്. അതൊക്കെ ഒന്നിറങ്ങിച്ചെന്ന് അനുഭവിക്കാനായിട്ട് ശ്രമിച്ച് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ പ്രകാശാണ്. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ.